സ്വയമുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവ്. ആ അറിവുണ്ടാക്കാനാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇഖ്റാ എന്നാണ് തുടക്കം തന്നെ. അറിയുക, വായിക്കുക, അറിവ് നേടുക, ലോകത്തിനെ കാണുക. ബൈബിൾ തുടങ്ങുന്നത് വാക്കിൽ നിന്നാണ്. ഉപനിഷത്ത് തുടങ്ങുന്നത് ഉപനിഷത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഉപനിഷത്ത് പറഞ്ഞാൽ, ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, നിഷത്ത് ഇരിക്കൂ, അടുത്ത് വന്നിരിക്കൂ. ആരുടെ? ഗുരുവിൻ്റെ അടുത്ത് ശിഷ്യനിരിക്കുമ്പോൾ ഗുരു ശിഷ്യൻ്റെ ചെകിടിൽ പറഞ്ഞു കൊടുക്കുന്ന തത്വങ്ങൾ, അതാണ് ഉപനിഷത്ത്. ആ ഉപനിഷത്തും ഖുർആനും ബൈബിളുമെല്ലാം ലോകത്തിലെ മനുഷ്യനെ മുന്നോട്ട് നടത്തിയ അനന്തമായ വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ. പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടുള്ള അള്ളാഹുവും അല്ലെങ്കിൽ മറ്റു മതങ്ങൾ സങ്കല്പിക്കുന്ന ദൈവങ്ങളുമെല്ലാം ലോകത്തോട് പറഞ്ഞിട്ടുള്ള മനുഷ്യ സാഹോദര്യത്തിൻ്റെ സകല ചരാചരങ്ങളുടെയും സമഭാവനയുടെ ദർശനങ്ങൾ. അതല്ലേ ലോകത്തിൽ പ്രചരിപ്പിക്കേണ്ടത്. അവിടെ നിന്നൊക്കെ മാറി ഇപ്പോൾ ഇവിടെ എത്തി ലോകം. ഇത്തരത്തിലുള്ള സെമിനാറുകൾ, ഇത്തരത്തിലുള്ള ഉയർന്ന ചിന്തകളെക്കുറിച്ച് ആലോചിക്കാനുള്ള സെമിനാറുകളാണ്. ഇവരൊന്നും വെറുതെ ജീവിച്ച് കടന്നുപോയവരല്ല. ഇവരൊക്കെ മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഇവരൊക്കെ മനുഷ്യനെ കൊണ്ട് സാർത്ഥകമായൊരു ജീവിതം നയിക്കണമെന്ന് ഉപദേശിച്ചു പോയവരാണ്. അതുകൊണ്ടാണ് പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരായിട്ട് പോരാട്ടം നടത്തിയത്. നാടുവാഴിത്തത്തിനെതിരായി കുഞ്ഞാലിമരക്കാരടക്കം പോരാട്ടം നടത്തുന്നത്. പോർച്ചുഗീസ് അധിനിവേശം മാത്രമല്ല, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായ പോരാട്ടമാണ് ഇവർ നടന്നത്. ഈ മണ്ണുണ്ടല്ലോ, ഈ മണ്ണിരിക്കുന്ന മണ്ണ്, വലിയകുന്ന താമത കാച്ചി, അലി മുസ്ലിയാർ, ഇവരൊക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ കടപുഴക്കിയെറിയുന്ന സമരം നടത്തിയത് ജീവൻ ഹോമിച്ചുകൊണ്ടാണെന്ന് നമുക്കറിയാം. ആ പോരാട്ടം നടത്താൻ ധീരദേശാഭിമാന ബോധത്തിൻ്റെ പൈതൃകം അലങ്കരിക്കുന്ന ഏറനാട്ടിലെ മാപ്പിള മക്കൾ മാത്രമല്ല, ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാർ മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിൽ അണിചേർന്നവരാണ്. അവരെയാണ് ഇപ്പോൾ രണ്ടാം തരം മൂന്നാം തരമായി കണക്കാക്കുന്നത് രാജ്യം ഭരിക്കുന്നവർ.